വഖഫ് ഭേദഗതി ബിൽ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്ന രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും നടപടി വിവാദത്തിലേക്ക്. വിപ്പുണ്ടായിട്ടും പ്രിയങ്ക സഭയിൽ ഹാജരായതേയില്ല. ഹാജരായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ചർച്ചയിൽ പങ്കെടുത്തതുമില്ല. നെഹ്റു കുടുംബാംഗങ്ങളുടെ നടപടിയിൽ ഇന്ത്യ സഖ്യത്തിൽ വലിയ അതൃപ്തിയാണ് പുകയുന്നത്. കത്തോലിക്ക സഭയുടെ അഭ്യർത്ഥന അവഗണിച്ച് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തതിനെ തുടർന്ന് കേരള കോൺഗ്രസ് എം പിമാർക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിന് ഇടയിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിൽ ഇവരെ കൈവിട്ടത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, കോൺഗ്രസ് നേതാക്കളായ രാഹുലും പ്രിയങ്കയും ശരിക്കും ഇന്ത്യ സഖ്യത്തെ കബളിപ്പിക്കുകയാണ് ചെയ്തത്. അവർ വളരെ തന്ത്രപരമായി ഈ വഖഫ് ഭേദഗതി ബില്ലിന് എതിരായിട്ട് നിൽക്കുന്ന സമീപനത്തിൽ നിന്നും മാറി നിന്നു. അതായത് രാഹുൽ ലോക്സഭയിൽ എത്തിയെങ്കിലും കമ എന്നൊരക്ഷരം മിണ്ടിയില്ല. പ്രിയങ്കയാവട്ടെ വിപ്പ് ലംഘിച്ച് ലോക്സഭയിൽ എത്തിയതുമില്ല. കോൺഗ്രസ് നേതാക്കളുടെ ഈ കള്ളക്കളി ഇന്ത്യ സഖ്യത്തിൽ വലിയ അതൃപ്തിയല്ലേ ഉളവാക്കുന്നത്? ഗൗതം അനന്തനാരായണൻ. വിനോദ്, ഇന്നലെ 14 മണിക്കൂർ നീണ്ട വലിയ ചർച്ചയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഭയിലുള്ള പ്രധാന നേതാക്കൾ സംസാരിച്ചിരുന്നു. എന്നാൽ ഇതിൽ ഏറ്റവും രസകരം കോൺഗ്രസിന്റെ 2 പ്രമുഖ നേതാക്കൾ, അതും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക വാദ്രയും, ഈ 2 പേരും ഇന്നലത്തെ ചർച്ചയിൽ പങ്കെടുത്തില്ല. അതിൽ പ്രിയങ്ക വാദ്ര സഭയിൽ എത്തിയില്ല. ഇന്നലെ ബില്ല് പാസ്സാകുന്നതിനാൽ 3 ലൈൻ വിപ്പ് നൽകിയിട്ടുള്ളതാണ്. സത്യത്തിൽ 3 ലൈൻ വിപ്പ് ലംഘിക്കുന്നത് പാർട്ടി കൂടി ആ രീതിയിൽ തീരുമാനമെടുത്താൽ അത് കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ ഭാഗമായി MP സ്ഥാനം വരെ നഷ്ടപ്പെടുന്ന കാര്യമാണ്. പക്ഷേ ഓരോ പാർട്ടിക്കും അതിൻ്റെതായ നയമുണ്ട്. അതിനാൽ പ്രിയങ്ക വാദ്രയ്ക്കെതിരെ അങ്ങനെ ഒരു തീരുമാനം പാർട്ടി ഒരിക്കലും കൈക്കൊള്ളുന്നില്ല. എങ്കിൽ പോലും അതിലൊരു അതൃപ്തി ഇപ്പോൾ മറ്റ് നേതാക്കൾക്കും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്കൊക്കെ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കുവാൻ. പറഞ്ഞത് CPM-ന്റെ പാർട്ടി കോൺഗ്രസ് 24-ാം പാർട്ടി കോൺഗ്രസ് തമിഴ്നാട്ടിലെ മധുരയിൽ തുടരുകയാണ്. ആ മധുരയിൽ പോയ MP-മാരാണ് തിരിച്ചു വന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതിനാൽ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഈ ചർച്ചയിൽ പങ്കെടുക്കണമെന്നിരിക്കെ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതോ ആ ചർച്ചകളിൽ പങ്കെടുക്കാതിരിക്കുന്നതോ ശരിയായ സന്ദേശമല്ല നൽകുന്നത് എന്നാണ് CPM-ന്റെ നേതാവ് ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഒരു പരോക്ഷമായ വിമർശനം രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ ബ്രിട്ടാസ് നടത്തുകയാണ്, CPM നടത്തുകയാണ്. അപ്പോൾ ഇത് ഈ ഇന്ത്യ സഖ്യത്തിലെ പല കക്ഷികൾക്കും ഇതിലൊരു വലിയ അതൃപ്തിയുണ്ട്. ഇത് വളരെ ബുദ്ധിപരമായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അല്ലെങ്കിൽ മറ്റ് മുന്നണികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇതിൽ നിന്ന് മാറ്റി നിൽക്കുന്നതാണ്. കാരണം ക്രൈസ്തവ സമൂഹത്തിന്റെ വലിയ അതൃപ്തി ഈ ബില്ലിനെ അനുകൂലിക്കണം എന്ന രീതിയിലുണ്ട്. അതിൽ അതൃപ്തി മറ്റ് കക്ഷികളോടുണ്ട്, ഇതിനെ എതിർക്കുന്നവരോടുണ്ട്. അതിനാൽ ബോധപൂർവമായി ഈ പ്രസംഗം മാറുകയായിരുന്നു, പ്രസംഗിക്കാതിരിക്കുകയായിരുന്നു രാഹുലും പ്രിയങ്കയും എന്ന് വേണം മനസ്സിലാക്കാൻ. വിനോദ്, അതെ, തീർച്ചയായും കോൺഗ്രസ് നേതാക്കളായ രാഹുലും പ്രിയങ്കയും വളരെ തന്ത്രപരമായി ഈ ചർച്ചയിൽ നിന്ന് മാറി നിന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കോൺഗ്രസ് വിപ്പ് നൽകിയത് പോലും പ്രിയങ്ക ലംഘിക്കുന്നു, രാഹുൽ ഇക്കാര്യത്തിൽ മിണ്ടുന്നുമില്ല. അപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ അതൃപ്തി അത് പരസ്യമായി പ്രകടമായി തുടങ്ങിയിട്ടുണ്ടോ? പ്രത്യേകിച്ചും നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-ന്റെ പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുന്നു. അപ്പോൾ ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം അവരുടെ MP-മാർ പാർലമെൻറ്റിലേക്ക് എത്തുന്നു. പക്ഷേ ഡൽഹിയിലുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ മുഖം എന്ന് പറയാവുന്ന 2 നേതാക്കൾ വളരെ തന്ത്രപരമായി ഈ ഭേദഗതി ബില്ലിൻ്റെ ചർച്ചയിൽ നിന്നും അതേപോലെ തന്നെ വോട്ടെടുപ്പിൽ നിന്നും ഒക്കെ വിട്ടു നിൽക്കുന്നു. ആത്മാർത്ഥതയില്ലാത്ത നേതാക്കൾ എന്നുള്ള തരത്തിൽ ഇന്ത്യ സഖ്യത്തിൽ പ്രതിഷേധം പരസ്യമാകാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ ഗൗതം? വിനോദ്, ഇപ്പോഴും ഇതിൽ കൃത്യമായ മറുപടിയുമായി ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിക്കഴിഞ്ഞു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഈ CPM-ന്റെ MP-മാർ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാതെ ഈ ചർച്ചയിൽ പങ്കെടുത്തുവെന്നും ഇന്നിപ്പോൾ രാജ്യസഭയിൽ നടക്കുന്ന ചർച്ചയിലും പങ്കെടുക്കുന്നുണ്ട്. അതിനാൽ മറ്റു നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ആ അതൃപ്തി തന്നെയാണ് ജോൺ ബ്രിട്ടാസിന്റെ വാക്കുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. രാഹുൽ ഗാന്ധി ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ലാഘവത്തോടെയാണ് ഈ സഭാ നടപടികളെയൊക്കെ ഇവർ നോക്കിക്കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് പങ്കെടുക്കാതിരുന്നതിന്റെ കാരണം ക്രൈസ്തവ സമൂഹത്തിന് ഈ വിഷയത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യം എടുക്കുന്ന നിലപാടുകളിലുള്ള അതൃപ്തിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം മുനമ്പം വിഷയം അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ
വഖഫ് അധിനിവേശം നടന്നിരിക്കുന്നു. അതിൽ ക്രൈസ്തവർക്ക് ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട്, വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഈ ബില്ല് അനിവാര്യമാണെന്ന വികാരം ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഉണ്ട്. മുസ്ലിം സമൂഹത്തിലെ തന്നെ തീവ്രത കുറഞ്ഞ ആളുകൾക്കിടയിൽ ഈ ബില്ല് പാസ്സാകണമെന്ന വികാരമുണ്ട്. ഇന്നലെ പാർലമെന്റിന് പുറത്തുൾപ്പെടെ മുസ്ലിങ്ങളുടെ ആഹ്ലാദ പ്രകടനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും മുസ്ലിങ്ങളിലെ ഒരു വിഭാഗത്തിന്റെ അതിർത്തി ഉണ്ടാവും, ക്രൈസ്തവ സഭകളുടെ അതിർത്തി ഉണ്ടാകും. അതിനാൽ ഈ യോഗത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാതിരിക്കാൻ മറ്റ് നേതാക്കളെ കൊണ്ട്, തനിക്ക് കീഴിലുള്ള മറ്റു നേതാക്കളെ കൊണ്ടും മുന്നണിയിലെ മറ്റു നേതാക്കളെ കൊണ്ടും സംസാരിപ്പിക്കുക എന്ന ഒരു നയമാണ് ഇന്നലെ രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രിയങ്ക വാദ്ര ആണെങ്കിലും സ്വീകരിച്ചത്. അതിനെതിരെയാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഇന്ത്യ സഖ്യത്തിലെ പല മുന്നണികളുടെയും ഇടയിൽ രൂപപ്പെട്ടു തുടങ്ങുന്നത്. ഗൗതം, അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം, ഇതേപോലുള്ള പ്രധാനപ്പെട്ട ചർച്ചകൾ ലോക്സഭയിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ രാജ്യസഭയിലാണെങ്കിലും പാർലമെന്റിൽ ഇത്തരം പ്രധാനപ്പെട്ട ബില്ലിന്മേൽ ചർച്ച നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ മറ്റംഗങ്ങളെക്കാൾ കൂടുതൽ സമയം അനുവദിക്കുന്നതല്ലേ? അപ്പോൾ പ്രതിപക്ഷ നേതാവിന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്, അദ്ദേഹത്തിന് കൂടുതൽ സമയം അനുവദിക്കുകയും ചെയ്യും. എന്നിട്ടും ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ ലോക്സഭയിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് രാഹുൽ ഇക്കാര്യത്തിൽ പങ്കെടുക്കാതിരുന്നത്? നേരത്തെ ഗൗതം പറഞ്ഞ പോലെ തന്നെ മറ്റ് കക്ഷികളെ കൊണ്ട് സംസാരിപ്പിക്കുക, അല്ലെ കോൺഗ്രസിലെ തന്നെ മറ്റ് കക്ഷികൾ സംസാരിച്ചല്ലോ. അപ്പോൾ രാഹുൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ആ പരിഗണനയിൽ ലഭിക്കുന്ന സൗകര്യം പോലും ഉപയോഗിക്കാതെ മാറി നിന്നത് വളരെ ആലോചിച്ച് എടുത്ത ഒരു തീരുമാനമായിരിക്കില്ലേ ഗൗതം? വിനോദെ, വളരെ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. കാരണം ഈ ക്രൈസ്തവ സംഘടനകളുടെ വലിയ എതിർപ്പ് ഈ വഖഫ് ബോർഡിനെതിരെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രാഹുൽ മറ്റും സംസാരിക്കാതിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ വിഷയത്തിൽ കോൺഗ്രസിനെതിരെയുള്ള ഒരു വലിയ വികാരം, അല്ലെങ്കിൽ CPM-നെതിരെ വലിയൊരു വികാരം ക്രൈസ്തവ സംഘടനകളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും. KCBC-യും CBCI-യും ഉൾപ്പെടെയുള്ളവർ ഈ ബില്ലിനെ അനുകൂലിക്കണം എന്ന് ആഹ്വാനം ചെയ്തതാണ്. പ്രത്യേകിച്ച് മുനമ്പം വിഷയം കത്തി നിൽക്കുന്ന കേരളത്തിൽ നിന്നുള്ള 20 ലോക്സഭാ അംഗങ്ങളിൽ 20 പേരും ഈ ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് ക്രൈസ്തവ സഭകൾ ആഹ്വാനം ചെയ്തിട്ടും അതിനെ തള്ളിക്കൊണ്ടാണ് ഈ രീതിയിൽ ഇന്നലെ ബില്ലിനെതിരെ 232 പേർ വോട്ട് ചെയ്തത്. മാത്രമല്ല ആ ചർച്ച രാജ്യം മുഴുവൻ കണ്ടതാണ്. 14 മണിക്കൂർ നീണ്ടു നിന്ന ഒരു ചർച്ചയായിരുന്നു. ആ ചർച്ചയിൽ നിന്നും വിട്ടു നിൽക്കുന്നതിലൂടെ ക്രൈസ്തവ സംഘടനകളുടെ അതൃപ്തി പിടിച്ചു പറ്റേണ്ടതില്ല എന്നൊരു നയമാണ് രാഹുൽ സ്വീകരിച്ചത്. കാരണം വർഷങ്ങളായി ക്രൈസ്തവരുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കേരളത്തിൽ മാത്രമല്ല, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഒരു കാലത്ത് കോൺഗ്രസിന് തുടർ ഭരണങ്ങൾ ലഭിച്ചുകൊണ്ടേയിരുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം അവിടുത്തെ ക്രിസ്ത്യൻ വോട്ട് ബാങ്കാണ്. അതിനാൽ ക്രൈസ്തവ സംഘടനകൾ ഈ ഘട്ടത്തിൽ വഖഫ് ബില്ല് വേണമെന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന തീരുമാനം എടുക്കുന്നത് തന്നെ അവരുടെ കടുത്ത അതൃപ്തിക്ക് വഴിവെക്കുന്നുണ്ട്. അതുകൂടാതെ ആ ചർച്ചയിൽ കൂടി പങ്കെടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ തനിക്ക് വ്യക്തിപരമായി ദോഷം ചെയ്യുമെന്ന് രാഹുൽ ചിന്തിച്ചു എന്നുള്ളതാണ്. കാരണം മറ്റു നേതാക്കളെ ബലിയാടാക്കാനായി ഇട്ടുകൊടുക്കുകയും താനും സഹോദരിയും അതിൽ നിന്ന് ബോധപൂർവ്വം അല്ലെങ്കിൽ ബുദ്ധിപരമായി വിട്ടു നിൽക്കുകയും ചെയ്തു. അതാണിപ്പോൾ കടുത്ത അതൃപ്തിക്ക് വഴിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രാഹുലും പ്രിയങ്കയും കാട്ടിയ ആ ബുദ്ധി, അവരുടെ രഹസ്യ നീക്കം അല്ലെങ്കിൽ അവരുടെ അജണ്ട എറണാകുളം MP ആയ ക്രൈസ്തവനായ ഹൈബി ഈഡന് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ലേ നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഗൗതം? വിനോദ, ഹൈബീഡൻ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ സംസാരിച്ചിരുന്നു. വൈകുന്നേരമാണ് ഹൈബീഡൻ സംസാരിച്ചത്. ഹൈബീഡനെതിരെ നമ്മൾ കാണുന്നതാണല്ലോ. മുനമ്പം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. വ്യാപകമായ പ്രതിഷേധം ഹൈബീഡനെതിരെയും കോൺഗ്രസിന്റെ മറ്റ് MP-മാർക്കെതിരെയും നടക്കുകയാണ്. അപ്പോൾ രാഹുൽ ഒരുപക്ഷെ ചിന്തിച്ചത് താൻ കൂടെ പ്രസംഗിച്ചാൽ വലിയ പ്രതിഷേധം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഒന്ന്, കേരളത്തിൽ നിന്നുള്ള മുൻ MP ആണ്. വയനാട്ടിൽ നിന്നും ആളുകൾ വലിയ ഭൂരിപക്ഷത്തിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വലിയ പിന്തുണ അദ്ദേഹത്തിന് അവിടെ ലഭിച്ചതാണ്. മാത്രമല്ല, രാജ്യത്തൊട്ടാകെയുള്ള ക്രൈസ്തവ സമൂഹവും ഈ വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കുന്നുണ്ട്. അതിനാൽ സംസാരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ബില്ലിനെ വിമർശിക്കേണ്ടി വരും. അതുകൊണ്ടാകാം ഒരുപക്ഷെ രാഹുൽ വളരെ ബോധപൂർവമായി സംസാരിക്കാതിരുന്നത്. പക്ഷേ ഇതിപ്പോൾ വലിയ പ്രതിഷേധം ഇന്ത്യ മുന്നണിയിലും കോൺഗ്രസിനകത്ത് തന്നെയാണ് രൂപപ്പെടുന്നത്. കാരണം BJP-യെ സംബന്ധിച്ച് ഇത് ആര് സംസാരിച്ചാലും ഇല്ലെങ്കിലും അവർ ആ ബില്ല് പാസ്സാക്കുമെന്ന നിലപാടിൽ മാറ്റമൊന്നുമില്ല. അതിന്ന് രാജ്യസഭയിലും ബില്ല് പാസ്സാകും. പക്ഷേ മറ്റ് നേതാക്കൾ, കോൺഗ്രസിൽ ഇന്നലെ സംസാരിച്ചവരും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഇന്നലെ ഈ സഭയിൽ സംസാരിച്ച ആളുകൾക്ക് ഇപ്പോൾ വലിയ അതൃപ്തി ഉണ്ടാകുന്നു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് തന്നെ സംസാരിച്ചില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രിയങ്ക വാദ്രയാണെങ്കിൽ ആ വഴിക്കോട്ടെ വന്നിട്ടില്ല. അതും 3 ലൈൻ വിപ്പ് എന്ന് പറയുന്നത്, ആ വിപ്പ് ലംഘിച്ചു കഴിഞ്ഞാൽ, പാർട്ടി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ MP-യോ അതല്ലെങ്കിൽ MLA-യോ 3 ലൈൻ വിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ അയോഗ്യയാക്കപ്പെടുകയാണ് നിയമനിർമ്മാണ സഭകളിൽ നിന്നും. അത്രത്തോളം ഇമ്പോർട്ടൻസ് 3 ലൈൻ വിപ്പിന് ഓരോ രാഷ്ട്രീയ പാർട്ടികളും നൽകുന്നുണ്ട്. ആ വിപ്പ് ഉണ്ടായിട്ട് പോലും ഇന്നലെ ആ പരിസരത്തേക്ക് പോലും പ്രിയങ്ക വാദ്ര വന്നില്ല എന്നതും വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുന്നുണ്ട്.
അപ്പോൾ ഇത് ഇന്ത്യ സഖ്യത്തിൽ മാത്രമല്ല, കോൺഗ്രസിൽ, പ്രത്യേകിച്ചും കോൺഗ്രസിൽ അത്തരത്തിലൊരു അതൃപ്തി, ഒരു വിമർശനം ഉയരാനുള്ള സാധ്യത കുറവായിരിക്കുമല്ലേ? പ്രത്യേകിച്ചും ശശി തരൂരിനെ പോലുള്ള ഏതാനും എണ്ണപ്പെട്ട വ്യക്തികൾ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിൽ എന്തെങ്കിലും നേതൃത്വത്തിൻ്റെ തെറ്റായ നീക്കങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയാൻ തയ്യാറാവുന്നത്. പക്ഷേ ഇത്തരം നീക്കങ്ങൾക്കെതിരെ കോൺഗ്രസിനുള്ളിൽ പ്രതിഷേധം ഉയരാനുള്ള സാഹചര്യം, അതിനെ എങ്ങനെ കാണുന്നു ഗൗതം? വിനോദ്, ഇപ്പോൾ ഈ കോൺഗ്രസിനകത്തും ഇപ്പോൾ പ്രതിഷേധം ഉയരുന്നുണ്ട്. പക്ഷെ അത് പരസ്യമായിട്ട് എത്ര നേതാക്കൾ പറയും എന്നത് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല. കാരണം രാഹുൽ ഗാന്ധി ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുമാണ്. അതിനാൽ ഈ അതൃപ്തി എത്രത്തോളം പരസ്യമാക്കും എന്നത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തതയില്ല. മാത്രമല്ല, എംപിമാരൊന്നും രാവിലെ ഇപ്പോൾ വിസമ്മതിക്കുകയാണ്. കാരണം ഇന്നലെ രാത്രി 2:30-ക്ക് ശേഷമാണ് ലോക്സഭ പിരിഞ്ഞത്. അതിനാൽ കോൺഗ്രസിന്റെ എംപിമാരൊന്നും രാവിലെ സാധാരണയായി പാർലമെന്റ് നടക്കുന്ന ഘട്ടത്തിൽ രാവിലെ ബൈറ്റ് ഉൾപ്പെടെ നൽകുന്നതാണ്. എന്നാൽ ഇന്ന് അത്തരം പ്രതികരണങ്ങൾ എല്ലാവരും താമസിച്ചു എഴുന്നേക്കുന്നു എന്നൊരു പ്രതികരണം നൽകുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കോൺഗ്രസിന്റെയും മറ്റും ഇന്ത്യ സഖ്യത്തിന്റെയും കൂടുതൽ എംപിമാർ പ്രതികരിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഘട്ടത്തിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിക്കാം. ഈ രാജ്യസഭയിൽ ഈ ബിൽ അവതരിപ്പിച്ചേക്കും, അതല്ല ഇന്ന് രാജ്യസഭയിൽ ഇതുണ്ടാവില്ല. ഇന്ന് രണ്ട് തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. നടപടിക്രമങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇന്ന് രാജ്യസഭയിൽ ഈ വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കാനുള്ള സാഹചര്യം, അതിനെ എങ്ങനെ കാണുന്നു? അത് ഇന്ന് രാജ്യസഭയിൽ എത്തുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ ഗൗതം? ബില്ല് ഇന്ന് സഭയിൽ വയ്ക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞത്. പക്ഷെ അതിനൊരു സമയത്തിന്റെ വ്യക്തത ഇപ്പോൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. പാർലമെന്റ് വെള്ളിയാഴ്ച വരെയാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. അതിനാൽ ഇത് 4-ാം തീയതി വരെയാണ്. നാളെ കൂടാണ് പാർലമെന്റ് സമ്മേളനം ഉള്ളത്. അതിനാൽ ഇത് എത്ര ദിവസം ഇന്ന് തന്നെ ഉണ്ടോ അതോ നാളെയാണോ ഈ ബില്ല് അവതരിപ്പിക്കുക എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ഇന്ന് അവതരിപ്പിക്കും, അതായത് ലോക്സഭയിൽ ഇന്നലെ പാസ്സായ സാഹചര്യത്തിൽ ഇന്ന് രാജ്യസഭയിൽ ബില്ല് എടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ സമയം സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. ഗൗതം, ഇവിടെ ലോക്സഭയിൽ കോൺഗ്രസിന്റെ നേതാക്കൾ ഇത്തരത്തിൽ അവർ രാഹുലും പ്രിയങ്കയും ചർച്ചയിൽ പങ്കെടുക്കാതെ നിന്നത് വലിയ വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഈ ചർച്ചയിൽ ശങ്കുട്ടി ദാസ് ചേർന്നു, രാഷ്ട്രീയ നിരീക്ഷകനാണ്. സ്വാഗതം അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്. ഈ വാർത്ത ശ്രദ്ധിച്ച് കാണുമല്ലോ. ഇന്നലെ വലിയ വിവാദങ്ങളും അല്ലെങ്കിൽ വലിയ ചർച്ചകളും പുലർച്ചെ വരെ, അതായത് പുലർച്ചെ 3 മണി വരെ നീണ്ട ഘോരഘോരമായ ചർച്ചകൾക്ക് ശേഷമാണല്ലോ വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ പാസ്സാക്കുന്നത്. പക്ഷേ ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, പ്രതിപക്ഷ നേതാവ് രാഹുൽ ലോക്സഭയിൽ ഉണ്ടായിട്ടും കമ എന്നൊരക്ഷരം മിണ്ടിയില്ല. വിപ്പുണ്ടായിട്ടും പ്രിയങ്ക വാദ്ര ഈ സമ്മേളനത്തിൽ, അതായത് ഈ ലോക്സഭയിൽ വന്നതേയില്ല. കോൺഗ്രസിൻ്റെ കള്ളക്കളി എങ്ങനെ കാണുന്നു അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്? നാട്ടിൽ പൊതുവിൽ പറയാറുണ്ടല്ലോ, ചതിയിൽ വഞ്ചന പാടില്ല എന്ന്. അതേപോലെ നെറികേടിലെങ്കിലും ഒരു ആത്മാർത്ഥത വേണം എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത്. ഈ വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അവർ എടുക്കുന്ന സമീപനം നെറികെട്ടതാണ്. എന്നാൽ ആ നെറികെട്ട സമീപനത്തോടെങ്കിലും ആത്മാർത്ഥത പുലർത്തേണ്ട ഒരു ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. പാർട്ടിയുടെ വിപ്പ് ഉണ്ടായ സമയത്ത് കോൺഗ്രസിന്റെ ലോക്സഭയിലുള്ള ഉപനേതാവായിട്ടുള്ള ഗൊഗോയാണ് ഈ പറയുന്ന വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഘോരഘോരം സംസാരിക്കുന്നത്. രാഹുൽ ഗാന്ധി ആ ബില്ല് പഠിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളെ പാർലമെന്റിലേക്ക് അയക്കുന്നത് ജനങ്ങളുടെ ഇച്ഛയെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. രാഹുൽ ഗാന്ധി എന്താ ചെയ്തത്? വഖഫുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഇന്നലെ ട്വീറ്റ് ചെയ്യാണ് ചെയ്തത്. ലോക്സഭയിൽ ഉണ്ടായിട്ട് ലോക്സഭയുടെ വേദി ഉപയോഗിച്ച് സംസാരിക്കുന്നതിന് പകരം അദ്ദേഹം ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യാണ് വഖഫിനെതിരെ തെറ്റായിട്ടുള്ള ഒരു പ്രചരണം. കാരണം ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യുമ്പോൾ ഒരു സൗകര്യമുണ്ട്, അതിന് മറുപടി ഒന്നും ആരും പറയാണ്ടാവില്ല, കമന്റുകൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ. നേരെ തിരിച്ച് ലോക്സഭയിൽ നിന്നിട്ട് ഈ കാര്യം പറയുകയാണെങ്കിൽ അവിടെ അമിത്ഷായും കിരൺ റിജിജുവും പോലെ ഈ നിയമം അറിയുന്ന ആളുകൾ കൃത്യമായി മറുപടി കൊടുക്കും, വായടപ്പിക്കും എന്നതുകൊണ്ട് സഭയിൽ വന്ന് കമ എന്നൊരു അക്ഷരം ഉണ്ടാതിരിക്കുകയും തനിക്ക് മാത്രം സ്വാധീനമുള്ള, തന്റെ അണികൾ മാത്രമുള്ള ട്വിറ്ററിന്റെയൊക്കെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വഖഫിനെ പറ്റിയിട്ടുള്ള മിസ്ഇൻഫർമേഷൻ പ്രചരിപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവര് യഥാർത്ഥത്തിൽ ഒരു കുടുക്കിൽ കുടുങ്ങിയിരിക്കുകയാണ്. കാരണം ക്രിസ്ത്യൻ സഭകൾ വഖഫ് ഭേദഗതി നിയമത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് എടുത്തിട്ടുള്ള സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിക്ക് പോലും കേരളത്തിലെ മറ്റ് കോൺഗ്രസ് എംപിമാർക്കുള്ളത് പോലെ ഒരു ധർമ്മസങ്കടം വന്നിരിക്കുകയാണ്. ഹൈബീഡനെ പോലെയുള്ള ആളുകൾക്ക് വഖഫിനെതിരെ ഉറച്ചു സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രധാന വോട്ട് ബാങ്ക് ആയിട്ടുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ലത്തീൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളരെ ശക്തമായിട്ട് ഈ വഖഫ് ഭേദഗതി നിയമത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ്. KCBC ആണെങ്കിൽ കോൺഗ്രസ് എംപിമാരോട് വഖഫിന്
അനുകൂലമായി വോട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ആവശ്യത്തെ നിരാകരിച്ചുകൊണ്ട് വളരെ ശക്തമായി സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അവർക്ക് വന്നിട്ടുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗത്തെ അപ്പീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ വഖഫിനെ ഞങ്ങൾ വളരെ ശക്തമായി എതിർക്കുന്നു എന്നൊരു പ്രതീതി ജനിപ്പിക്കേണ്ടതുണ്ട്. ഈ ധർമ്മസങ്കടത്തിനിടയിലാണ് രാഹുൽ ഗാന്ധി സഭയിൽ വന്നിട്ട് മിണ്ടാതിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ക്രൈസ്തവ സഭകളുടെ എതിർപ്പിനെ മറികടക്കാനുള്ള ഒരു തന്ത്രം, രാഹുലും പ്രിയങ്കയും ഈ ചർച്ചയിൽ പങ്കെടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു സോഫ്റ്റ് കോർണർ അത് പ്രകടിപ്പിക്കാനുള്ള ഒരു നീക്കം ആയി ഇട്ടുകൂടി ഇതിനെ കാണാം. അങ്ങനെയാണോ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്? ജനറലി രാജ്യത്തിന്റെ നിയമനിർമ്മാണ പ്രക്രിയയോടുള്ള ഇവരുടെ ഒരു അലംഭാവമാണ്. ഇതിനൊന്നും തീരെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻസ് ആയിട്ട് ഇപ്പോഴും രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മാറിയിട്ടില്ല. ഒരു വളരെ കെയർലെസ് ആയിട്ടും വളരെ കാലസ് ആയിട്ടുമാണ് ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്നത്. ഇത് രാജ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുമ്പോൾ അവിടെ ഉണ്ടായിട്ട് പോലും അതിൽ പങ്കെടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രയോറിറ്റികൾ മറ്റ് പലതുമാണ് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഈ വിഷയത്തിലുള്ള അവരുടെ എന്താ പറയാ ഒരു നിലപാടില്ലായ്മയാണ് യഥാർത്ഥത്തിൽ. കോൺഗ്രസിന്റെ പൊതുവിലുള്ള നിലപാടില്ലായ്മയും രാഹുൽ ഗാന്ധിയുടെ ഇത്തരം കാര്യങ്ങളിലുള്ള താല്പര്യമില്ലായ്മയും നോൺ സീരിയസ് നേച്ചറിനെ കൂടിയാണ് അത് കാണിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു നിരീക്ഷണം. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്. കോൺഗ്രസിന്റെ താല്പര്യമില്ലായ്മയും രാഹുൽ ഇക്കാര്യത്തിൽ കാണിക്കുന്ന കെടുകാര്യസ്ഥതയുമാണ് ഇക്കാര്യത്തിൽ തെളിയുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് നമ്മളോട് അഭിപ്രായം പങ്കുവെക്കുന്നു. ഈ വാർത്തയ്ക്കൊപ്പം ചേരുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ.